ഹായ് വെൽക്കം ടു എജുവേൾഡ് ക്ലാസ്സസ്. സോ നമ്മളിത് സോഷ്യോളജി സബ്ജക്റ്റിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ചൈൽഡ് റൈറ്റ്സ്, കുട്ടികളുടെ റൈറ്റ്സുകൾ എന്താണ്, ഇനി ചൈൽഡ് ലേബർ എന്താണ്, ചൈൽഡ് അബ്യൂസ്, ഇനി ചൈൽഡ് റൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലെജിസ്ലേഷൻസ് എന്തൊക്കെയാണ്. സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് നാഷണൽ അസറ്റ് ഫോർ എ കൺട്രി ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് എവറി കൺട്രി ഡിപ്പെൻഡിങ് ഓൺ ദ മെച്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ഇറ്റ്സ് ചിൽഡ്രൻ. ചിൽഡ്രൻ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണല്ലേ, നമ്മുടെ കൺട്രിയുടെ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ചിൽഡ്രൻസ് ആണല്ലേ. അവർ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ഡെവലപ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഓരോ കുട്ടികളുടെ മെച്യൂരിറ്റി, അവരുടെ ഗ്രോത്തുമാണ് നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ അസറ്റ് എന്ന് പറയുന്നത് ഈ കുട്ടികളാണ്. സോ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ദ പ്രൈമറി എയിം ഓഫ് അവർ കൾച്ചർ ഹാസ് ബീൻ ഷീൽഡഡ് ചിൽഡ്രൻ ഫ്രം ഓൾ ഫോംസ് ഓഫ് നെഗ്ലക്റ്റ് ആൻഡ് വയലൻസ്. സോ നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളെ എന്ത് ചെയ്യണം? അവരെ എല്ലാ തരത്തിലുള്ള വയലൻസിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും എല്ലാം അവരെ പിന്തിരിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. In the past, there have been a lot of cause of child exploitation in the form of sexual abuse, marriage, underfeeding, verbal abuse, child batteries, child prostitution, ചൈൽഡ് പോണോഗ്രഫി ആൻഡ് ചൈൽഡ് ലേബർ. സോ പഴയ കാലങ്ങളിൽ കുട്ടികളിൽ ഒരുപാട് കേസസ് വന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പ്രത്യേകത്തിലുള്ള നിയമങ്ങളും അവരുടേതായിട്ടുള്ള നിയമങ്ങളും ആക്റ്റുകളും ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നു. സോ അന്ന് കാലങ്ങളിൽ ഈ കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെയാണ്? സെക്ഷലി അബ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ചൈൽഡ് മാരേജ് ഒക്കെ നടത്തുക, അതുപോലെ അണ്ടർ ഫീഡിങ്, കുട്ടികൾക്ക് ആവശ്യമുള്ള ഫുഡ് കൊടുക്കുക, അണ്ടർ ന്യൂട്രീഷണലാക്കുക, അതുപോലെ വെർബലി അവരെ അബ്യൂസ് ചെയ്യുക, അത് ചൈൽഡ് ബാറ്ററീസ്, കുട്ടികളെ ഉപദ്രവിക്കുക, അടിക്കുക, സോ ഇങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ, കുട്ടികളായിരിക്കുന്ന സമയത്തെ അവരെ പ്രോസ്റ്റിറ്റ്യൂഷന് കൊണ്ടുപോകുക, അതുപോലെ പോണോഗ്രഫിയിൽ കൊണ്ടുവരിക, അതുപോലെ ചൈൽഡ് ലേബർ, അവരെ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. സോ കുട്ടികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളും ചൂഷണങ്ങളും കൂടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് റൈറ്റ്സും അതുപോലെ ആക്റ്റുകളും ഡെവലപ്പ് ചെയ്തത്. The fact is that children today, as they live in human right and social justice, belong to the disadvantaged minority group. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാം, കുട്ടികളെന്ന് പറയുന്നത് മൈനോറിറ്റി ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ്. ദ പ്രിൻസിപ്പൽ റീസൺ ഫോർ ദിസ് ലാക്ക് ലേസ് ഇൻ ദ ഫാക്ട് ദാറ്റ് ചിൽഡ്രൻ സ്റ്റിൽ ആർ നോട്ട് ഇൻ ഫാക്ട് എ ഹോൾ പൊളിറ്റിക്കൽ എൻറ്റൈറ്റി. ഇൻ അഡീഷൻ, ദേ ആർ ടിപ്പിക്കലി ഡിഫെൻസ്ലെസ് ഫിസിക്കലി, സൈക്കോളജിക്കലി ആൻഡ് എക്കണോമിക്കലി. ഇൻ ദിസ് ഫാസ്റ്റ് ചേഞ്ചിങ് ഇറ ഓഫ് ഗ്ലോബലൈസേഷൻ, ചൈൽഡ് കെയർ ഹാസ് ടേക്കൺ എ സീറ്റ് ബാക്ക് അറ്റ് എവരി പോയിന്റ്. സോ കുട്ടികളെന്ന് പറയുന്നത് എന്താ? ഡിഫെൻസ്ലെസ് ആണ്. ഫിസിക്കലി ആണെങ്കിലും സൈക്കോളജിക്കലി ആണെങ്കിലും എക്കണോമിക്കലി ആണെങ്കിലും ഇവർക്ക് എന്താണ്? ഡിഫെൻസ്, അവർക്കൊന്നും പ്രതികരിക്കാനോ അല്ലെങ്കിൽ എഴുതിരെ ഇതാകാനുള്ള കഴിവില്ല. സോ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ അതിനാവശ്യമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളും ആക്റ്റുകളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. There are a range of laws in India. Policy measures to protect the interest of child have been taken into account. It reveals that children's rights are still not achieved in India. So ഇത് ഇന്ത്യയിൽ ഈ കുട്ടികളുടെ റൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് പോളിസീസ്, അതുപോലെ തന്നെ ലോസ്, നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ അതിന് മുമ്പായിട്ട് ഡെഫിനേഷൻ, ചൈൽഡ് എന്ന് പറയുന്നതിന് ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. സോ ഇതിൽ ചൈൽഡ് ലേബർ ആക്ട് എന്ന് പറയുന്നത് 1986 കുട്ടി എന്ന് പറഞ്ഞാൽ ചൈൽഡ് എന്ന് പറയുന്നത് ഷാൽ മീൻ ആൻ ഇൻഡിവിജ്വൽ ഹു വാസ് നോട്ട് 14 ഇയേഴ്സ് ഓൾഡ്. 14 ഇയേഴ്സ് ഓൾഡിൽ താഴെയുള്ളവരെയാണ് ചൈൽഡ് ലേബർ ആക്ട് പ്രകാരം, അല്ലെങ്കിൽ ചൈൽഡ് ലേബർ ആക്ട് പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ ചൈൽഡ് എന്ന് പറയുന്നത്. പക്ഷേ ചൈൽഡ് മാരേജ് റീസ്ട്രെയിൻഡ് ആക്ട് ഓഫ് 1929 applies to a person who is not 21 years of age if a male and not 18 years of age. So child marriage restraint act നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ മറ്റൊരു പേരാണ് ശാരദ ആക്ട് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഏജ് എന്ന് പറയുന്നത്, ഇവിടെ കുട്ടികളുടെ മാരേജ് ഏജ് എന്ന് പറയുന്നത് ആൺകുട്ടിക്ക് 21 താഴെയും പെൺകുട്ടിക്ക് 21 കൂടുതലുമായിരിക്കണം. സോ ഇതാണ് ഒരു മാരേജ് ഏജ്. അപ്പോൾ അതിൽ താഴെയുള്ളവരെയാണ് ചൈൽഡായിട്ട് കണക്കാക്കുന്നത്. ഇനി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000, that is juvenile justice care and protection. Juvenile or a child means a person not 18 years. ജുവനൈൽ ജസ്റ്റിസ് പ്രകാരം ഒരു കുട്ടി എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് ഒരു ചൈൽഡ് എന്ന് കണക്കാക്കുന്നത്.
In the context of children, 8 type of key rights can be classified such as right to life. കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള റൈറ്റുകളാണ്. റൈറ്റ് ടു ലൈഫ് അവർക്ക് ജീവിക്കാനുള്ളതുണ്ട്. അതുപോലെ ഹെൽത്ത്, റൈറ്റ് ടു സേഫ് വാട്ടർ, റൈറ്റ് ടു ഫുഡ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഐഡൻറ്റിറ്റി. സോ ഇങ്ങനെയുള്ള എല്ലാ നോർമലി ഒരു അഡൾട്ടിന് കിട്ടേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ റൈറ്റ്സുകളും കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും ഇനിയുമുണ്ട് റൈറ്റ്സുകൾ, ഇനി നമ്മളത് പറയും. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു കുട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവന് കിട്ടേണ്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്, ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സോ നമ്മുടെ ഇന്ത്യയിലെ സുപ്രീം ലോ, ഹയസ്റ്റ് നിയമം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഭരണഘടനയാണല്ലേ, ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഹാസ് പ്രൊവൈഡഡ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ചൈൽഡ്. സോ ഈ ഭരണഘടനയിൽ കുട്ടികളുടെ റൈറ്റ്സിനെ സേഫ് ഗാർഡ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള കുറേ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ഡിറ്റർമിൻഡ് ദ few provision which has guaranteed to each citizens including children to be liberated from misuse and ensure their privilege. സോ ഇങ്ങനത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന എന്തിനാണ്? ഇത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികൾക്ക് അവരുടേതായിട്ട് അവരെ മിസ്യൂസ് ചെയ്യാതിരിക്കുക, അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രിവിലേജസുകൾ എൻഷുർ ചെയ്യുക. സോ ഇങ്ങനെയുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള നിയമങ്ങൾ വന്നിട്ടുള്ളത്. ഇനി അതുപോലെ നമ്മൾ കുറേ ആക്റ്റും പോളിസീസും പ്രോഗ്രാംസും എല്ലാം സ്കീംസും എല്ലാം കുട്ടികളുടെ റൈറ്റിന് അല്ലെങ്കിൽ അവർക്ക് നല്ലതിന് വേണ്ടി ആയിട്ട് കുറേ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, വയലൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ അതിന് നമുക്ക് ചൈൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. പ്രൊവൈഡ്സ് ദാറ്റ് ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years ആർ ഗിവൺ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ബൈ ദ സ്റ്റേറ്റ് ഇൻ ദ മാനർ ആസ് മേ ബി ലീഗലി ഡിറ്റർമിൻഡ് ബൈ ദ സ്റ്റേറ്റ്. സോ ഫ്രീ എഡ്യൂക്കേഷൻ, കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ, അതായത് 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 21A ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. എന്താണ്? സോ അത് കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നതാണ്. ഇനി ആർട്ടിക്കിൾ 24 ആണ്. സ്റ്റേറ്റ് ദാറ്റ് നോ ചൈൽഡ് അണ്ടർ ദ ഏജ് ഓഫ് 14 ഷാൽ ബി എംപ്ലോയിഡ് ഓർ എൻഗേജ്ഡ് ഇൻ എനി അതർ ഡേഞ്ചറസ് വർക്ക് ഇൻ ഫാക്ടറീസ് ഓർ മൈൻസ്. സോ ആർട്ടിക്കിൾ 24 ചൈൽഡ് ലേബറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇതിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒരു തരത്തിലുള്ള ജോലികൾ, ഡേഞ്ചറസ് ആണെങ്കിൽ പോലും എന്ത് ഒരു ജോലികളിലും ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഇടപെടരുത്. സോ അങ്ങനെ കുട്ടികളെ കൊണ്ട് അത് ചെയ്യിക്കരുത്. സോ അത് ചൈൽഡ് ലേബറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. സോ അത് എത്ര വയസ്സിൽ താഴെയുള്ളവരെയാണ് ചൈൽഡ് ലേബർ ആക്ട് അല്ലെ ആർട്ടിക്കിൾ 24 പറയുന്നത്? 14 വയസ്സ്. സോ ഇത് രണ്ടും ഓർത്ത് വെച്ചിരിക്കുന്നത് 14 വയസ്സിൽ താഴെയുള്ളവരെയാണ് എന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. എത്ര വയസ്സിൽ താഴെയുള്ളവരെയാണ് ചൈൽഡ് ലേബറിൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്? എത്രയാണ്? 14 വയസ്സിൽ താഴെയുള്ളവരെയാണ്. സോ അപ്പോൾ ആർട്ടിക്കിൾ 24 ഇസ് റിലേറ്റഡ് ടു ചൈൽഡ് ലേബർ. ഇനി ആർട്ടിക്കിൾ 39F stipulates in particular that the policy of the commission should be directed towards ensuring that children are provided with healthy development possibilities and opportunity to develop in a healthy manner and under conditions of freedom and dignity. So ആർട്ടിക്കിൾ 39F പറയുന്നത് കുട്ടികൾക്ക് വളരാനായിട്ട് ആവശ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, അതുപോലെ ഫ്രീഡം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ആ ഒരു എൻവയോൺമെൻറ്റിൽ അവർക്ക് ഉറപ്പ് വരുത്തുക. സോ അതാണ് ആർട്ടിക്കിൾ 39F പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 45 സ്റ്റേറ്റ് ദാറ്റ് ബിഫോർ ഓൾ ചിൽഡ്രൻ ആർ 6 years old ദ സ്റ്റേറ്റ് ഷാൽ ട്രൈവ് ടു പ്രൊവൈഡ് എയർലി കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ. 6 വയസ്സിൽ താഴെ, 6 വയസ്സെത്തുന്നതിന് മുമ്പ് എല്ലാ കുട്ടികൾക്കും സ്റ്റേറ്റ് എന്ത് ചെയ്യണം? എയർലി കെയർ ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. എല്ലാ കുട്ടികൾക്കും 6 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇത് കൊടുക്കണം. സോ അത് ഏത് വഴിയാണ്? നമ്മൾ അംഗൻവാടീസ് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത് ദ വീക്കർ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ വിച്ച് ക്യാൻ ബി ഇൻക്ലൂസീവ് ഓഫ് ചിൽഡ്രൻ ആർ ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് അതർ കൈൻഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. സോ നമ്മുടെ പോപ്പുലേഷനിലെ വീക്കർ സെക്ഷൻ ആയിട്ടുള്ള കുട്ടികളെയും കൂടെ എന്തിൽ ഉൾപ്പെടുത്തണം? സോഷ്യൽ ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ അവരെയും കൂടെ, അവർക്ക് എക്സ്പ്ലോയിറ്റേഷൻ വന്ന
അല്ലെങ്കിൽ അവർക്ക് എതിരെ എന്തെങ്കിലും സോഷ്യലി ഇൻജസ്റ്റിസ് വന്നാൽ അവരെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന രീതിയിൽ വന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 47 സേഫ് ഗാർഡ് ദ റൈറ്റ് ടു ഹാവ് പ്രോപ്പർ ന്യൂട്രീഷൻ ആൻഡ് എ ഗുഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സോ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ അതുപോലെ നല്ല ജീവിത നിലവാരവും കൊടുക്കണമെന്ന് ഉറപ്പുവരുത്തുന്ന നമ്മുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. സോ പ്രോപ്പർ ന്യൂട്രീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 47 ആണ്. ഇനി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വയലേഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. ഇനി കുട്ടികൾക്ക് നമ്മൾ ഈ പറഞ്ഞ റൈറ്റുകളെല്ലാം നിഷേധിക്കുന്നത് ഏതൊക്കെ രീതിയിലൂടെ ആയിരിക്കാം? അതായത് ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, കുട്ടിയെ എന്ത് ചെയ്തുകൂടാ, ഒരു ജോലിക്കും അല്ലെങ്കിൽ സമ്പാദിക്കാനെന്ന രീതിയിൽ അല്ലെങ്കിൽ എവിടെയും ജോലി ചെയ്യിപ്പിച്ചുകൂടാ. അതാണ് ചൈൽഡ് ലേബർ എന്ന് പറയുന്നത്. ഇനി ഈ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്റ്റുകളൊക്കെ ഇനി വരുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇനി സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അബ്യൂസ് ഓഫ് കുട്ടികളെ സെക്ഷുവലി അബ്യൂസ് ചെയ്യാൻ പാടില്ല. അത് ടൈപ്സ് ഓഫ് അബ്യൂസിൽ അതൊക്കെ എന്താണെന്ന് പറയും നമ്മൾ. അതുപോലെ കുട്ടികളെ ഒരു തരത്തിലും അബ്യൂസ് ചെയ്യുക, അവരെ ഉപദ്രവിച്ചുകൂടാ. അതിൽ അബ്യൂസ് എന്നതിൽ വെർബൽ വരും, പല രീതിയിലുള്ള ടൈപ്സ് ഓഫ് അബ്യൂസ് വരും. സോ അത് നമുക്കിനി പറയാം. പിന്നെ അതുപോലെ ചൈൽഡ് ട്രാഫിക്കിങ്ങിന്, കുട്ടികളെ കടത്തൽ, പ്രോസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ പോണോഗ്രഫി, സെക്സ് ടൂറിസം. സോ ഇതിനൊന്നും കുട്ടികളെ എന്ത് ചെയ്തുകൂടാ, ഉപയോഗിച്ചുകൂടാ. അതെല്ലാം എന്തിനെതിരെയാണ്? കുട്ടികളുടെ റൈറ്റിന്, ചൈൽഡ് റൈറ്റിന് എതിരെയായിട്ടുള്ള കാര്യമാണ്. സോ അതുപോലെ ഒന്നാണ് ബോണ്ടഡ് ലേബർ എന്ന് പറയുന്നത്. സോ ബോണ്ടഡ് ലേബർ ഇസ് വൺ ഓഫ് ദ വേർസ്റ്റ് ഫോംസ് ഓഫ് വയലേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. Millions of children workers and bonded child laborers in countries around the world. Bonded labor take place when a family receives an advance payment to hand a child over to an employee. In most cases, that child cannot work off the debt, nor and the family raise enough money to buy the child back. So bonded labor എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ വളർന്നു വരുന്ന രീതിയിലുള്ള ഇതാണ്. അതായത് കുട്ടികളുടെ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന ഒരു ത്രെട്ടാണ് ഈ ബോണ്ടഡ് ലേബർ എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ആ ഒരു ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് വീട്ടുകാർ ഓൾറെഡി നേരത്തെ പൈസ വാങ്ങിക്കും. സോ അതിന് പകരമായിട്ട് കുട്ടി അവിടെ പോയി ജോലി ചെയ്ത് ആ കടം വീട്ടിക്കോളാം എന്നുള്ളൊരു ബോണ്ടിലായിരിക്കും കുട്ടി അവിടെ വിടുന്നത്. പക്ഷേ അവിടെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവൻ്റെ സാലറി ആണെങ്കിലും അവന് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഒരു കടം അവർക്ക് തിരിച്ച് വീട്ടാൻ പറ്റത്തില്ല. സോ അപ്പോൾ ആ കുട്ടി അവിടെ എന്തായിരിക്കുക, ആ ബോണ്ടഡ് ലേബറിന് ഇരയായിക്കൊണ്ടിരിക്കുക. തിരിച്ച് ആ വീട്ടുകാർക്ക് ആ കുട്ടിയെ തിരിച്ച് വാങ്ങിക്കാൻ പറ്റാതെ വരുന്നു. സോ ഇതിനെയാണ് നമ്മൾ ബോണ്ടഡ് ലേബർ എന്ന് പറയുന്നത്. ഇനി ലെജിസ്ലേഷൻ റിലേറ്റഡ് ടു റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ. ലെജിസ്ലേഷൻസ് ആണ് നമ്മൾ ഇതുമായിട്ട് കുട്ടികളുടെ റൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിൽ ചിൽഡ്രൻസ് ആക്ട് ആണ് 1920 മദ്രാസ് ചിൽഡ്രൻ ആക്ട് ആണ്, വിച്ച് ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് ചിൽഡ്രൻ ആക്ട്, വാസ് അഡോപ്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെക്കമെൻഡേഷൻ ഓഫ് ഇന്ത്യൻ ജയിൽസ് കമ്മിറ്റി ഫ്രം 1909 to 1920. സോ ഇന്ത്യയുടെ ഫസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ ജയിൽ കമ്മിറ്റി ആക്ട് കൊണ്ടുവന്ന 1919 അല്ലെങ്കിൽ 1920 മദ്രാസ് ചിൽഡ്രൻസ് ആക്ട് ആണ്. ഇറ്റ് വാസ് എ പ്രൊവിഷണൽ ലെജിസ്ലേഷൻ കവറിംഗ് ദ പ്രൊവിൻസ് ഓഫ് മദ്രാസ്. ഇതൊരു മദ്രാസ് പ്രൊവിൻസി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ട് ആയിരുന്നു. ഫർദർ ഇറ്റ് ഫോളോഡ് ബൈ ബംഗാൾ ചിൽഡ്രൻ ആക്ട് ആൻഡ് മുംബൈ ചിൽഡ്രൻ ആക്ട് ആൻഡ് ലോട്ട് ഓഫ് others in future. In 1960s, in the territories of Union, the government of India passed the Children's Act. So, Indian government Children's Act പാസ്സാക്കിയത് 1916 ആണ്. All this legislation were repealed with the enactment of the Juvenile Justice Act. So, ഇതെല്ലാം 1986 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലാണ് ഇതെല്ലാം പിന്നീട് വന്നത്. സോ ഇനി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്തൊക്കെയാണെന്ന് നമ്മൾ പറയും. 1986 ഇത്രയാണ് ചിൽഡ്രൻസ് ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ആണ് 1986 ഈ ഒരു ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് വന്നത്. ദിസ് ആക്ട് ഇസ് എ റിസൾട്ട് ഓഫ് എ നമ്പർ ഓഫ് റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ നമ്പർ ഓഫ് കമ്മിറ്റീസ്. ദ പാർലമെൻറ്റ് അഡോപ്റ്റഡ് ദ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ഓഫ് 1986 വിച്ച് വാസ് കണ്ടിന്യൂസ്ലി സീക്കിംഗ് യൂണിഫോം സബ്സ്റ്റാൻറ്റീവ് ലോ ടു റെസ്ട്രിക്ട് ദ പേഴ്സൺ ഓഫ് ചിൽഡ്രൻ ഇൻ മെനി അതർ ഒക്കുപ്പേഷൻ. സോ ഇത് ഒരുപാട് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം വന്നിട്ടുള്ള ഒരു ആക്റ്റാണ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്നത്. law which was continuously seeking uniform substantive law to restrict the presence of children in many other occupations. So ഇത് പല ഒക്കുപ്പേഷൻസിലും കുട്ടികളുടെ പ്രസൻസ് കണ്ടതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് വന്ന ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആക്ട് ഡെവലപ്പ് ചെയ്തത്. ചൈൽഡ് പ്രൊഹിബിഷൻ അല്ലെങ്കിൽ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്. ഇതിൻ്റെ എല്ലാം ഇയേഴ്സാണ് നിങ്ങൾ മെയിനായിട്ടും ഓർത്ത് വെച്ചിരിക്കേണ്ടത്. ഇത് പേര് കേൾക്കുമ്പോൾ നമുക്ക് ചൈൽഡ് ലേബർ ആണെന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഇയർ ഓർത്ത് വെച്ചിരിക്കുക. ഇനി മേജർ ഒബ്ജക്റ്റ്
ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ബാൻ ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ സ്പെസിഫൈഡ് ഒക്കുപ്പേഷൻ ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ദോസ് ഹു ഹാവ് കംപ്ലീറ്റഡ് ദ 14, അതായത് 14 വയസ്സ് താഴെയുള്ള കുട്ടികളെ എന്ത് ചെയ്തുകൂടാ, പണിസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കുപ്പേഷൻസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും അവരെ പങ്കെടുപ്പിച്ചുകൂടെ, അവരെ ബാൻ ചെയ്യുക. അതാണ്. ഇനി എസ്റ്റാബ്ലിഷിംഗ് പ്രോട്ടോകോൾ ടു ഡിറ്റർമിൻ ചേഞ്ചസ് ടു ടൈം ടേബിൾ ഓഫ് ഫോർബിഡൻ എംപ്ലോയ്മെൻറ്റ് ഓർ എനി ഹസാർഡസ് പ്രോസസ്സ്. അതുപോലെ തന്നെ കുട്ടികളുടെ എംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള ഏരിയാസിൽ കുട്ടികൾ ഇനി അഥവാ ചെയ്തു കഴിഞ്ഞാൽ അതിനായിട്ടുള്ള പ്രോട്ടോകോൾസ്, അത് വയലേറ്റ് ചെയ്താലുള്ള പ്രോട്ടോകോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. സോ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്റ്റാണ് ചൈൽഡ് പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്നത്. റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് ചിൽഡ്രൻ ഹു ആർ നോട്ട് പ്രൊഹിബിറ്റഡ് ഫ്രം വർക്കിംഗ് ഇൻ their employment in violation of this act provisions and other act that prohibit the employment of children, the enhanced punishment shall be laid down. The act was amended in the year 2006 with the Child Labour Prohibition and Regulation Amendment Act 2016, now stated as Child and Adolescent Labour പ്രൊഹിബിഷൻ ആക്ട് 1986. സോ 1986 വന്ന ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ടിന് അത് വീണ്ടും അമെൻമെൻറ്റ് ചെയ്തു 2016. അതിനുശേഷം ഇത് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ചൈൽഡ് ആൻഡ് അഡോളസെൻ്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ഭാഗമായിട്ട് ഒരു ചൈൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹിറ്റ് 14th ഇയർ ഓഫ് ഏജ്, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ചൈൽഡായിട്ട് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം പറയുന്നത്. സോ ഇനി അടുത്ത ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് ആണ്. സോ അത് 1986 വന്നെങ്കിലും അത് പാസ്സായത് 2015. ദിസ് ലോ ഇസ് ഇന്ത്യാസ് ഫണ്ടമെൻ്റൽ ലോ ഇൻ ഡീലിംഗ് വിത്ത് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ഇറ്റ് കേറ്റേഴ്സ് ടു ദെയർ needs through care, protection, development, treatment, social reintegration through its child-friendly approach by addressing matters in the best interest of children. ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കെയർ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ, അതായത് ആവശ്യമുള്ള കുട്ടികൾക്ക്, അതായത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ ആളില്ലാത്തവർ, അതുപോലെ എന്തെങ്കിലും ക്രൈമുകൾ ചെയ്തിട്ടുള്ളവർ, സോ അവരെയൊക്കെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ക്രൈം ചെയ്തവരെയൊക്കെ നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് കെയറിലാണ് കൊണ്ടുവരുന്നത്. അവർക്ക് അവിടെ എന്താണ് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്കുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, സോ ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ടിൽ പറയുന്നത്. ഇനി അടുത്ത ആക്റ്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. സോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് 2009 ആണ്. ദിസ് ആക്ട് എയിംസ് ടു പ്രൊവൈഡ് ദാറ്റ് ഓൾ ചിൽഡ്രൻ ഇൻ ഇന്ത്യ ഫ്രം 6 to 14 years old ഹാവ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ. സോ ഈ ഒരു ആക്ട് പ്രകാരം 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21A ആണ്. ഇത് ആക്റ്റായിട്ട് വന്ന 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. No child must be detained, expelled or required to pass the board exam until primary education is completed. ഈ ഒരു കുട്ടികളെയും എന്ത് ചെയ്യില്ല, ഈ ഒരു എഡ്യൂക്കേഷൻ ആക്ട് വന്നതിന് ശേഷമാണ് കുട്ടികളെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്ത് കളയാം, ഒരു ക്ലാസ്സിൽ തന്നെ ഇരിക്കുക. സോ അതൊന്നും ഇപ്പോൾ ഇല്ലല്ലേ, അവർക്ക് തോൽപ്പിക്കുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇപ്പം ഇല്ല. അതെല്ലാം ഈ ഒരു ആക്ട് പ്രകാരം എടുത്ത് കളഞ്ഞു. അവരെ എന്ത് ചെയ്യുന്നു, പ്രൈമറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവരെ പാസ് ചെയ്ത് വിടുന്നുണ്ട്. ഇഫ് എ ചൈൽഡ് ഓൾഡർ ദാൻ 6 years of age ഹാസ് നോട്ട് attended or has not been able to complete primary school, the child shall be accepted into a proper class according to the age. സോ ഒരു 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പ്രോപ്പറായിട്ടുള്ള പ്രൈമറി സ്കൂൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും അവരെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള അടുത്ത ക്ലാസ്സിലോട്ട് പെർമിറ്റ് ചെയ്യണം. അവർക്ക് 6 തൊട്ട് 14 വയസ്സ് വരെ അവർക്ക് കമ്പൽസറി ആയിട്ട് എന്ത് വേണം, എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യണം. സോ 6 വയസ്സിൽ താഴെയുള്ള പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും അവർ 6 വയസ്സിൽ പ്രോപ്പർ ഏജിലുള്ള ക്ലാസ്സിൽ ഏതാണോ അവർക്ക് അഡ്മിഷൻ കൊടുത്തിരിക്കണം. സോ അതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം പറയുന്നത്. ഇനി ഇങ്ങനെയുള്ള ഒരു ആക്ട് വന്നത് കൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വന്ന അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇനി 3.3 million സ്റ്റുഡൻസ് വെയർ ഏബിൾ ടു ഗെയിൻ അഡ്മിഷൻ അണ്ടർ ആൻ RTE കോട്ട ഓഫ് 25%. 3.3 മില്യൺ കുട്ടികൾക്ക് ഈ ഒരു ആക്ട് വന്നത് പ്രകാരം അഡ്മിഷൻ കിട്ടി. ഈ
പ്രൈമറി ക്ലാസ്സിലോട്ട് അഡ്മിഷൻ കിട്ടി. ഇക്വിറ്റബിൾ ആൻഡ് അഫോർഡബിൾ എഡ്യൂക്കേഷൻ ത്രൂ ഔട്ട് ദ റീജിയൻ. സോ എല്ലാവർക്കും ഒരേപോലെയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനല്ലേ ഗവൺമെൻറ് രീതിയിൽ കൊടുക്കുന്നത്. ഫ്രീ അല്ലാതെ നോൺ ഗവൺമെൻറ് ഗൈഡഡ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും അത് അഫോർഡബിൾ ഒരു റേറ്റിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യം കിട്ടാൻ തുടങ്ങി. ദ അബോളിഷൻ ഓഫ് നോ ഡീറ്റൻഷൻ റൂൾസ് ഹാസ് ഗിവൻ ദ പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റം ട്രാൻസ്പെറൻസി. നോ ഡീറ്റൻഷൻ റൂൾസ് വന്നത് പ്രകാരം, അത് കുട്ടികൾ തോൽപ്പിച്ചെഴുത്താത്തത് കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊരു ട്രാൻസ്പെറൻസി വന്നു. ദ ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് ആൻ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇനി ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. അതിന് പറയുന്നതാണ് സർവശിക്ഷ അഭിയാൻ, അതായത് SSA എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ, RMSA, സെൻട്രലി സ്പോൺസേർഡ് സ്കീം ഓൺ ടീച്ചർ എഡ്യൂക്കേഷൻ. സോ ഇതെല്ലാം ഒരു RTE ആക്ട് 2000, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 കോൺട്രിബ്യൂഷൻസ് ആണ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. സോ ഇത് പ്രീവിയസ് ഇയർ, ഇതിൻ്റെ ഈ ഒരു ഇയർ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്, അതായത് പോക്സോ ആക്ട് 2012 ആണ്. 2012 സ്പെഷ്യൽ ലോ വാസ് അഡാപ്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ടു ഡീൽ വിത്ത് ദ ഇഷ്യൂ ഓഫ് സെക്ഷൽ ക്രൈം അഗെയിൻസ്റ്റ് ചിൽഡ്രൻ. കുട്ടികൾക്കെതിരായിട്ട് വരുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായിട്ട് കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്, അതായത് 2012 നിലവിൽ വന്നു. ഇനി ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് അഡോപ്റ്റഡ് ദ പോക്സോ ആക്ട് 2012 ഇൻ ഓർഡർ ടു ഡീൽ വിത്ത് ചൈൽഡ് അബ്യൂസ് കേസസ്. സോ ഇത് ഈ ഒരു കേസിൽ എന്താണ്, ചൈൽഡ് അബ്യൂസ് കേസസ് ആണ് പറയുന്നത്. ദ ആക്ട് കെയിം ഇൻ ടു എഫക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ലേറ്റ് ഡൗൺ ദെയർ ഓൺ 14 നവംബർ 2012. 14 നവംബർ 2012 ഈ ആക്ട് നിലവിൽ വന്നത്. ദ ആക്ട് ഐഡൻറ്റിഫൈസ് എ ചൈൽഡ് ആസ് എ പേഴ്സൺ അണ്ടർ ദ ഏജ് ഓഫ് 18 ആൻഡ് പ്രൊട്ടക്ട് all children from sexual assault, harassment and sexual entertainment. പോക്സോ ആക്ട് പ്രകാരം ഒരു ചൈൽഡ് എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഏൽക്കുന്ന സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ സെക്ഷലി അവരെ എൻ്റർടൈൻമെൻറ്റിന് യൂസ് ചെയ്യുക, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആക്റ്റാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ എത്ര വയസ്സിൽ താഴെയുള്ളതാണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സെക്ഷലി ഹറാസ് ചെയ്യുകയോ അല്ലെങ്കിൽ സെക്ഷലി എൻ്റർടൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ സെക്ഷൽ അസാൾട്ടിന് വിധേയമാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ആക്റ്റാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. An offence is deemed to be aggravated when committed in a child place of trust or authority, for example by an person from security services, public official, government officials. So ഇത് എന്താണ്, ഒരു ഹയർ അതോറിറ്റിയിലിരിക്കുന്നവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ അഗ്രവേറ്റഡ് ഒഫൻസ് എന്ന് പറയാം. ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ ദ ക്രിയേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ചൈൽഡ് വെൽബീയിങ് ഇൻ ഈച്ച് ലീഗൽ ഫേസിംഗ് പ്രോസസ് ടു ദ സ്പെഷ്യൽ കോർട്ട് ഫോർ പ്രിലിമിനറി ഒഫൻസസ് പേഴ്സൺ ടു ദ ആക്ട്. സോ ഈ ഒരു ആക്ട് പ്രകാരം ഈ കുട്ടിക്ക് അസോൾട്ട് ഏറ്റാൽ പോലും ആ കുട്ടിയുടെ വെൽബീയിങ്ങിനെ പ്രിസർവ് ചെയ്ത് കൊണ്ടിട്ടുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ കോർട്സ് ആയിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ ചൈൽഡ് ഫ്രണ്ട്ലി ലീഗൽ പോളിസീസ് ടു റിപ്പോർട്ട്, റെക്കോർഡ് എവിഡൻസ്, എക്സാമിൻ ആൻഡ് പ്രോസിക്യൂട്ട് ക്രൈം. സോ കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ട് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. അവർ നല്ല രീതിയിൽ ചൈൽഡ് ഫ്രണ്ട്ലി രീതിയിൽ സൈക്കോളജിക്കലി ആയിരിക്കും അവർ കുറേ ലീഗൽ പോളിസീസ് പറഞ്ഞുകൊണ്ട്, സോ അതിലേക്ക് എവിഡൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തൊക്കെ ആയിരിക്കും ഈ ഒരു ആക്ട് പ്രകാരം കുട്ടികളെ വിറ്റ്നസ് എടുക്കുന്നത്. നെക്സ്റ്റ് ഇസ് ചൈൽഡ് ലൈൻ ആണ്. ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത് 24/7 എമർജൻസി ഫോൺ ഔട്ട്റീച്ച് സർവീസ് ഫോർ ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ലിങ്കിങ് ദം ടു എമർജൻസി ആൻഡ് ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം കെയർ ആൻഡ് റിഹാബിലിറ്റേഷൻ സർവീസ്. സോ ചൈൽഡ് ലൈൻ്റെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1098 ആണ്. സോ ഓർത്ത് വെച്ചിരിക്കുന്ന ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള 24/7 24 മണിക്കൂറും 7 ദിവസവും ഒരുപോലെ കിട്ടുന്ന ഒരു ഫോൺ നമ്പറാണ്, ഫോൺ കോൾ നമ്പറാണ്. സോ ഇതിലൂടെ നമുക്ക് ആവശ്യമുള്ള കുട്ടികൾ നമുക്കറിയുന്ന കുട്ടികൾക്ക് അവർക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കെയർ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിലോ എല്ലാം ഈ ഒരു നമ്പറിലോട്ട് വിളിച്ചാൽ അവരെ ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടൈം ആയിട്ടാണോ അവർക്ക് ഇനി റിഹാബിലിറ്റേഷൻ സർവീസ് ആവശ്യം, അത് അങ്ങനെ ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യും. ലോങ് ടേം കെയർ ആണെങ്കിൽ സോ അത് അങ്ങനത്തെ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു 24/7 ഫോൺ നമ്പറാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ
എന്ന് പറയുന്നത്. അതിനാൽ ടോൾ ഫ്രീ നമ്പറാണ് 1098 എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് കുറച്ച് ചൈൽഡ് റൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ് ആൻഡ് സ്കീംസ് ഫോർ ചിൽഡ്രൻ ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് ടേക്കൻ എ സീരീസ് ഓഫ് പോളിസീസ് ഓൺ ദ ചിൽഡ്രൻ ഓഫ് ദ കൺട്രി ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സോ ഒരു കുട്ടിയുടെ ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് പോളിസീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദ ഗവൺമെൻറ് ഹാസ് ഓൾസോ അഡോപ്റ്റഡ് സെവറൽ ഇനിഷ്യേറ്റീവ്സ് ഓൺ ചൈൽഡ് വെൽഫെയർ ആൻഡ് എഡ്യൂക്കേഷൻ. സോ അതുപോലെ കുട്ടികളുടെ വെൽഫെയറിനും അതുപോലെ അവരുടെ വിദ്യാഭ്യാസത്തിനും ആവശ്യമായിട്ടുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോളിസീസാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ 2013. സോ എൻ പി സി എന്ന് പറയുന്നത് നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ. അത് 2013 ആണ്. ഇയർ ഓർത്ത് വെച്ചിരിക്കുക. National Children's Policy reaffirmed that every child is a national resource of a kind and is especially important. In NPC 2013 overall reaffirmation section sees a change in language with a special addition of every child is unique and supremely important national asset. സോ ചൈൽഡ് ഈ ഒരു NPC നാഷണൽ പോളിസി ഫോർ ചിൽഡ്രനിൽ പറയുന്ന കുട്ടിയെ ഒരു യുണീക്കായിട്ടും അതുപോലെ നമ്മുടെ നാഷൻ്റെ ഒരു അസറ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ഒരു അസറ്റായിട്ടാണ് ഇവർ കാണുന്നത്. സോ ഈ NPCയുടെ ഭാഗമായിട്ടാണ് കുട്ടികൾക്കെതിരായിട്ടുള്ള ഡിസ്ക്രിമിനേഷനും ഇതിനെല്ലാം എതിരായിട്ട് ഒരുപാട് മെഷേഴ്സും അതുപോലെ ഗവൺമെൻറ് പോളിസീസും എല്ലാം ഈ NPC പ്രകാരം വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ഫേവറായിട്ട് അവർക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് കിട്ടുന്ന രീതിയിൽ വരുന്ന ലോസും അല്ലെങ്കിൽ സ്കീംസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹാപ്പിനെസ്, ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓൾ ചിൽഡ്രൻ ഹാവ് ദ റൈറ്റ് ടു ഡെവലപ്പ് ഇൻ എ ഫെമിലിയർ ഡൊമെയിൻ. ഇൻ തിങ്കിങ് അബൌട്ട് ആൻഡ് സപ്പോർട്ടിംഗ് ദിയർ ചിൽഡ്രൻ, ഫാമിലീസ് ആർ ടു ബി സ്ട്രെങ്തൻഡ് ബൈ എ റോബസ്റ്റ് സോഷ്യൽ സേഫ്റ്റി നെറ്റ്. സോ കുട്ടികൾക്ക് ആവശ്യമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരാനുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ പല രീതിയിലുള്ള സ്കീംസ്, സോ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ, അതായത് 2013 വന്ന NPC പ്രകാരം പറയുന്നത്. നെക്സ്റ്റ് ഈസ് നാഷണൽ ഹെൽത്ത് പോളിസിയാണ് 2002. പക്ഷേ ആദ്യത്തെ ഫസ്റ്റ് ഹെൽത്ത് റിഫോം എന്ന് പറയുന്നത് 1983 വന്നതാണ്. വാസ് ഇൻട്രൊഡ്യൂസ് ടു എൻഷുർ എവരി വൺസ് വെൽബീയിങ് ഇൻ 2000. സോ 1983 ഹെൽത്ത് റിഫോം എല്ലാവരുടെ ആരോഗ്യത്തിനെ കുറിച്ച് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വന്നെങ്കിൽ അത് പിന്നെ 2000 അത് എല്ലാവരുടെയും വെൽബീയിങ് ആയി. പിന്നെ അത് കഴിഞ്ഞ് ദ സെക്കൻഡ് ഹെൽത്ത് പോളിസി ഓഫ് 2002 സെറ്റ് ഔട്ട് ടു ഗിവ് പ്രയോറിറ്റി ടു ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ സ്കൂൾ എയിംഡ് അറ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് റെഗുലർ സ്കൂൾ ഹെൽത്ത് ചെക്സ്. സോ ഈ 2002 വന്ന ഈ ഒരു സ്കീംസ് കാരണമാണ് കുട്ടികളിൽ ഇമ്പോർട്ടൻറ്റ് സ്കൂളിനെ എയിം ചെയ്ത് അല്ലെങ്കിൽ കുട്ടികളെ എയിം ചെയ്തുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതുപോലെ സ്കൂൾ വഴി നമ്മൾ ഹെൽത്ത് ചെക്കപ്സ് ഒക്കെ ചെയ്തില്ലേ. സോ വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കുക, അയൺ സപ്ലിമെൻറ്റ്സ് കൊടുക്കുക. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു സ്കീമാണ് നാഷണൽ ഹെൽത്ത് പോളിസിയിലെ 2002 എന്ന് പറയുന്നത്. ദ പോളിസി റെക്കഗ്നൈസ് ദ വൾണറബിലിറ്റി ഓഫ് ചിൽഡ്രൻ. സോ ഈ ഒരു പോളിസിയിലൂടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കൂളിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നാഷണൽ ഹെൽത്ത് പോളിസി 2002 Access to and benefit from the public health system has been very uneven between the better endowed and the more vulnerable section of society. This is particularly true for women, children and socially disadvantaged section of society. So, ഇതിൻ്റെ ഒരു നാഷണൽ പോളിസി ഫോർ എഡ്യൂക്കേഷൻ്റെ ഹെൽത്തിൻ്റെ ബെനിഫിറ്റ് കിട്ടി തുടങ്ങിയത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ കിട്ടിയത് വൾണറബിൾ സെക്ഷൻ, നമ്മുടെ സൊസൈറ്റിയിലുള്ള വൾണറബിൾ സെക്ഷനിലായിട്ടുള്ളത്. സോ അതിലപ്പോൾ ആരും ഉൾപ്പെടും. ട്രൂ ഫോർ വുമൻസിന്, വിമൻസ്, ചിൽഡ്രൻ, അതുപോലെ സോഷ്യലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലുള്ള ആൾക്കാർക്കും എന്തുണ്ട് ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ദ മെയിൻ ഫീച്ചർ ഓഫ് ദിസ് പോളിസി വാസ് ദ പ്രിവെൻഷൻ ഓഫ് ട്രാൻസ്മിസിബിൾ ഡിസീസ് സച്ച് എസ് HIV, AIDS ആൻഡ് യൂണിവേഴ്സൽ വാക്സിനേഷൻ എഗെയിൻസ്റ്റ് ഓൾ ദ മേജർ ഡിസീസസ് ദാറ്റ് കുഡ് ബി പ്രിവെൻറ്റഡ്. സോ അതുപോലെ ഈ ഒരു പോളിസി പ്രധാനമായിട്ടും എയിം ചെയ്യുന്ന എന്താണെന്ന് വിചാരിച്ചാൽ എയ്ഡ്സ് പോലുള്ള ഡിസീസുകൾ, സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസുകൾ കുറയ്ക്കുക. സോ അതുപോലെ യൂണിവേഴ്സൽ വാക്സിനേഷൻ, എല്ലാ കുട്ടികൾക്കും വാക്സിനേഷൻ കൊടുക്കുക, അതുവഴി ഒരുപാട് രോഗങ്ങളെ പ്രതിരോധിക്കുക. സോ ഇതൊക്കെയായിരുന്നു ഈ ഒരു നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്.
Next is Pradhana Mantri Madru Vandana Yojana. The program was introduced in 2017. 2017 introduced the program to include cash reward with partial compensation, so women can take ample rest for both the preliminary and final delivery phases. The method of the cash incentives will lead to the promotion of health and well-being amongst women in pregnancy and lactation. So ഈ ഒരു പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറഞ്ഞാൽ 2017 വന്നതെന്ന് പറയുന്നത് സോ പ്രഗ്നൻ്റ് അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സ് ഡെലിവറി ടൈമിൽ അവർക്ക് ക്യാഷായിട്ട് കൊടുക്കും. സോ പെൺകുട്ടിയാണെങ്കിൽ 6,000 റുപ്പീസ് വരെ അവർക്ക് ഇൻസെൻറ്റീവ്സ് ആയിട്ട് കൊടുക്കും. സോ അപ്പം പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അബോർട്ട് ചെയ്യുന്ന ആ ഒരു ഇത് വന്നതിന് ഇതായിട്ടാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്ന ഒരു സ്കീം ഡെവലപ്പ് ചെയ്തത്. 2017 ഇവിടെ എന്ത് ചെയ്യും, പ്രഗ്നൻസി അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സിന് ക്യാഷ് പ്രൊവൈഡ് ചെയ്യും, ഇപ്പോൾ കോമ്പൻസേഷൻ രീതിയിൽ ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. സോ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത് 2015 വന്ന ഒരു സ്കീമാണ്. ഇറ്റ്സ് ആൻ അവയർനെസ് റേസിംഗ് ആൻഡ് നോ ഹൗ എൻഹാൻസിങ് പ്ലാറ്റ്ഫോം ഫോർ എ ഗേൾസ് വെൽനെസ്. ഒരു പെൺകുട്ടിയുടെ വെൽനെസ്സിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് എംപവർമെൻറ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ വന്നൊരു സ്കീമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന സ്കീം. ദ സ്കീം ഡീൽസ് വിത്ത് ദ പ്രോബ്ലം ഓഫ് വിമൻസ് എംപവർമെൻറ്റ് ഓവർ എ റിയൽ ലൈഫ് സൈക്കിൾ. ദ മിനിസ്ട്രീസ് ഓഫ് Women and Child Development, Health and Family Welfare and Human Resource Development are the three ministerial efforts. So ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന സ്കീം വന്നത് 3 മിനിസ്ട്രീസ് കൂടെ ചേർന്ന് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഒരു സ്കീം 2015 വന്നത്. അത് ഏതൊക്കെയാണ്? വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. സോ ഇത് 3 ചേർന്നിട്ടാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സോ എന്ന് പറയുന്നത് കുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ വിമൻ എംപവർമെൻറ്റിന് ഭാഗമായിട്ട് വരുന്നതാണ്, പെൺകുട്ടികളിൽ വരുന്നത്. സോ ഇതാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ 2015. The key component of the plan incorporate nationwide awareness and backing effort, enforcement of PC and PNDT. So pre-conception and പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട്. സോ അതൊക്കെ നമ്മൾ പ്രീനേറ്റൽ പീരീഡിൽ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എനേബിളിംഗ് യങ് ലേഡി കിഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് മൾട്ടി സെക്ടറൽ ആക്ടിവിറ്റി ഇൻ ചൂസ് ഏരിയാസ് ഓഫ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. സോ ഇതെന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലങ്ങളിൽ പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റ് ചെയ്ത് പെൺകുട്ടിയാണെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാമെന്നൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. സോ അപ്പോൾ അതിനെതിരെയൊക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന സ്കീം. ദർ ഇസ് എ സോളിഡ് ആക്സെൻറ്റുവേഷൻ ഓഫ് മെൻറ്റാലിറ്റി ചേഞ്ച് ത്രൂ പ്രിപ്പയറിംഗ്, ഷാർപ്പനിങ് ആൻഡ് മൈൻഡ്ഫുൾനെസ് റൈസിംഗ് ആൻഡ് നെറ്റ്വർക്ക് പ്രിപ്പറേഷൻ ഓൺ ഗ്രൗണ്ട്. സോ ഇതിൽ നിന്നെല്ലാം ഒരു മെൻറ്റാലിറ്റി നമ്മുടെ ചേഞ്ച് വന്ന് കുട്ടികളെ കൂടുതൽ എംപവർ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു സ്കീമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന സ്കീം. സോ ഇനി ഈ BBPPയുടെ ഭാഗമായിട്ട് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ചെറിയൊരു സേവിങ് സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. ദിസ് ഈസ് എ സ്മോൾ സേവിങ് സ്കീം ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് എ പാർട്ട് ഓഫ് BBPP, അതായത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. സോ അപ്പോൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത ഒരു സേവിങ് സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. സോ അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയുടെ ക്യാമ്പയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന സ്കീം ഏതാണെന്ന് ചോദിച്ചാൽ അത് സുകന്യ സമൃദ്ധി യോജനയാണ്. ഇറ്റ് എൻകറേജ് പാരൻറ്റ് ടു സേവ് ഫോർ ദ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ് എക്സ്പെൻസ് ഓഫ് ദെയർ ഗേൾ ചിൽഡ്രൻ. സോ ഇതിൽ എന്താണ് കുട്ടികളുടെ ഭാവിയിൽ പഠനത്തിന് അവരുടെ മാരേജിന് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസിന് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ സമ്പാദ്യ പദ്ധതിയാണ് ഈ സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. സോ അത് ഒരു ഗേൾസ് റിലേറ്റഡ് അല്ലെങ്കിൽ സേവിങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ബാലിക സമൃദ്ധി യോജന, അതായത് BSY. സോ അതൊരു ചിൽഡ്രൻ ചൈൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കീമാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. Government scheme launched in 1997 to provide financial assistance to girl children from family falling in the BPL category. സോ അതായത് ബാലിക സമൃദ്ധി യോജന എന്ന് പറയുന്നത് 1997 ലോഞ്ച് ചെയ്തൊരു സ്കീമാണ്. സോ ഇതിവിടെ BPL കാറ്റഗറിയിലുള്ള ജനിക്കുന്ന ഫാമിലിയിലെ കുട്ടി അവർക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ബാലിക സമൃദ്ധി യോജന സ്കീമിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്.
ഇനി മുഖ്യമന്ത്രി കന്യാ സുരക്ഷാ യോജന, അത് 2007 വന്നത്, വിത്ത് എയിം ഓഫ് പ്രൊമോട്ടിംഗ് ദ ബർത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ഗേൾ ചിൽഡ്രൻ ഇൻ ദ സ്റ്റേറ്റ്. സോ ഇതെല്ലാം ഗേൾ ചിൽഡ്രൻ്റെ ബർത്ത്, അവരുടെ സ്റ്റാറ്റസ് കൂട്ടുക, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷനുമായിട്ട് അല്ലെങ്കിൽ അവരുടെ എംപവർമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള സ്കീമുകളാണ്. ഇത് ഇത്രയും മുഖ്യമന്ത്രി കന്യാ സുരക്ഷാ യോജന 2007 വന്നു. എയിം എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് ദ ബർത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ഗേൾ ചൈൽഡ്. സോ സ്റ്റേറ്റിലെ ഗേൾ ചൈൽഡിൻ്റെ ബർത്തും അതുപോലെ അവരുടെ എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് വന്ന സ്കീമാണ് മുഖ്യമന്ത്രി കന്യാ സുരക്ഷാ യോജന. ഇനി നെക്സ്റ്റ് ആണ് മിഡ് ഡേ മീൽ സ്കീം. സോ നേരത്തെ നമ്മൾ പറഞ്ഞ കുറച്ച് ഇതൊക്കെ ഗേൾ ചൈൽഡിന് മാത്രമായിട്ടുള്ള സ്കീംസുകളായിരുന്നു. സോ മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുമ്പോഴത്തേക്ക് ബോത്ത് സെക്സസിലുള്ള കുട്ടികൾക്കും പെടുന്നതാണ്. ഇനി മിഡ് ഡേ മീൽ സ്കീം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1956 ബൈ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ. സോ ഇത് ആദ്യം മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്നല്ല, കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് തമിഴ്നാട്ടിലാണ് 1956 ഇത് വന്നത്. ആ സമയത്ത് ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്നത് കെ കാമരാജ് ആയിരുന്നു. സോ അപ്പോൾ മിഡ് ഡേ മീൽ ആദ്യമായിട്ട് വന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടുമാണ്. അതിനുശേഷം ഗുജറാത്തും, പിന്നെ അതിനുശേഷമാണ് കേരളയിൽ ഈ ഒരു മിഡ് ഡേ മീൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തത്. ഇനി ഓൺ 15 August 1995 ഇറ്റ് വാസ് ടേക്കൺ ആസ് എ നാഷണൽ സ്കീം കോൾഡ് ന്യൂട്രീഷൻ സപ്പോർട്ട് ടു പ്രൈമറി എഡ്യൂക്കേഷൻ സ്കീം ഓർ മിഡ് ഡേ മീൽ പ്രോഗ്രാം. സോ ഇതൊരു മിഡ് ഡേ മീൽ പ്രോഗ്രാം അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സപ്പോർട്ട്, പ്രൈമറി എഡ്യൂക്കേഷൻ കുട്ടികൾക്കായിട്ടുള്ള ന്യൂട്രീഷൻ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒരു നാഷണൽ സ്കീമായിട്ട് ഈ മിഡ് ഡേ മീൽ സ്കീം വന്നത് 1995 August 15 സോ ആ ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കുക. മിഡ് ഡേ മീൽ സ്കീം വന്നത് 15 August 1995 സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്, വിച്ച് കവേഴ്സ് ഓൾ സ്കൂൾ ചിൽഡ്രൻ ഫ്രം ക്ലാസ് 1 to 8 ഇൻ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ. സോ ഈ ഒരു മിഡ് ഡേ മീൽ സ്കീമിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന 1ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ്. മിഡ് ഡേ മീൽ സ്കീം നൗ റീനെയിംഡ് ആസ് പ്രധാൻ മന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. സോ ഇപ്പോൾ മിഡ് ഡേ മീൽ സ്കീമിനെ റീനെയിം ചെയ്തു. പുതിയതായിട്ട് ഇതിനറിയപ്പെടുന്ന പേര് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ അല്ലെങ്കിൽ PM പോഷൻ സ്കീം എന്നാണ് ഇപ്പോൾ മിഡ് ഡേ മീൽ സ്കീമിനെ അറിയപ്പെടുന്നത്. ഇനി മിഡ് ഡേ മീൽ സ്കീം ഇസ് ആൻ ഇന്ത്യൻ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് പ്രൊവൈഡിങ് ഫ്രീ മീൽസ് ടു സ്കൂൾ ചിൽഡ്രൻ ടു ഇംപ്രൂവ് അറ്റൻഡൻസ് ആൻഡ് കോമ്പാറ്റ് മാൽന്യൂട്രീഷൻ. സോ ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. എന്തിനാണ്? കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ടുള്ള ഉച്ചഭക്ഷണം കൊടുക്കുക. അതുവഴി അവിടെ എന്ത് ചെയ്യാം? കുട്ടികൾക്ക് സ്കൂളിലെത്തുന്ന അറ്റൻഡൻസ് കൂട്ടാം, അതുപോലെ മാൽന്യൂട്രീഷൻ, കുട്ടികളിൽ വരുന്ന പോഷകാഹാരക്കുറവ് നികത്താം, മാൽന്യൂട്രീഷൻ നികത്താം. സോ ഇങ്ങനെയുള്ള ലക്ഷ്യം വെച്ചിട്ടുണ്ടാണ് ഈ മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. ഇനി ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ദിസ് ഇസ് നോൺ ആസ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. സോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ കുട്ടികളിലെ ന്യൂട്രീഷൻ കൂട്ടുക, അതുപോലെ എംപവറിങ് കമ്മ്യൂണിറ്റീസ് എംപവർ ചെയ്യുക. സോ ഇതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മിഡ് ഡേ മീൽ പ്രകാരം ഓരോ കുട്ടികൾക്ക് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. പ്രൈമറി ക്ലാസ് എന്ന് പറയുന്നത് 1 to 5, അതായത് അപ്പർ പ്രൈമറി എന്ന് പറയുന്നത് 6 to 8 ക്ലാസ്സസിൽ വരുന്നതാണ് അപ്പർ പ്രൈമറി. സോ പ്രീവിയസ് ഇയർ ചോദിച്ചിരുന്നത് മിഡ് ഡേ മീൽ പ്രകാരം പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് കിട്ടേണ്ട കാലറീസും പ്രോട്ടീനും എത്രയാണെന്നായിരുന്നു. സോ അപ്പം കാലറീസ് 450 പ്രോട്ടീൻ 12 സോ അപ്പോൾ ഈ കാലറീസും പ്രോട്ടീനും ഓർത്ത് വെച്ചിരിക്കുക. അത് പ്രൈമറി ക്ലാസ്സിലാണ് 1 to 6 5 ഇനി അപ്പർ പ്രൈമറി ആണ് ചോദിച്ചിരുന്നെങ്കിൽ അവിടെ കാലറി എത്രയാവും? 700 പ്രോട്ടീൻ 20 ആവും. സോ അത് ഓർത്ത് വെച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി ക്ലാസ്സിലെ കാലറീസ് എന്ന് പറയുന്നത് 450 പ്രോട്ടീൻ 12 അപ്പർ പ്രൈമറി ആകുമ്പോൾ അവിടെ കാലറീസ് 720 ആവും. സോ റൈസ് ഓർ വീറ്റ് ഇൻ ഗ്രാം പ്രൈമറി ക്ലാസ്സുകാർക്ക് 100 അതേസമയം അപ്പർ പ്രൈമറി ആകുമ്പോഴത്തേക്ക് അവിടെ 150. ദാൽ ഇൻ ഗ്രാംസ്, ദാലാകുമ്പോൾ 20, അപ്പർ പ്രൈമറിയിൽ 30. വെജിറ്റബിൾസ് ആണെങ്കിൽ 50 ഇൻ പ്രൈമറി ആൻഡ് 75 ഇൻ അപ്പർ പ്രൈമറി ക്ലാസ്സസ്. ഓയിൽ ആൻഡ് ഫാറ്റ് ഇൻ ഗ്രാം 5 grams പ്രൈമറി ക്ലാസ്, 7.5 ഇൻ അപ്പർ പ്രൈമറി ക്ലാസ്. സോ ഇതിൽ കലോറീസ് ആൻഡ് പ്രോട്ടീൻസ് മെയിനായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. 450 12 പ്രൈമറി, അപ്പർ പ്രൈമറി ആകുമ്പോൾ 720.
സോ ഇനി അടുത്തതുമായിട്ട് റൈറ്റ്സ്, കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവർക്കുള്ള റൈറ്റ്സുകളാണ്. സോ അതിൽ റൈറ്റ് ടു സർവൈവൽസ്, അവർക്ക് സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റൈറ്റുകളുണ്ട്. അതായത് റൈറ്റ് ടു ബി ബോൺ, അവർക്ക് ജനിക്കാനുള്ള. അതുപോലെ റൈറ്റ് ടു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ്, അവർക്ക് ആവശ്യമായിട്ടുള്ള മിനിമം റിക്വയർഡ് ആയിട്ടുള്ള ഫുഡ്, ഷെൽട്ടർ, അതുപോലെ വീട്, വസ്ത്രം, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി, റൈറ്റ് ടു ഹെൽത്ത് കെയർ, ടു സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ന്യൂട്രീഷ്യസ് ഫുഡ്, അതുപോലെ ക്ലീൻ ആൻഡ് സേഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ ടു ഹെൽപ്പ് ദം സ്റ്റേ ഹെൽത്തി. സോ ഇതെല്ലാം അവർ സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അപ്പോൾ ഇതിനുള്ള എല്ലാ അവകാശങ്ങളും ഒരു കുട്ടിക്കുണ്ട്. അതുപോലെ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഓൾ സോർട്സ് ഓഫ് വയലൻസ്, എല്ലാത്തരം അക്രമങ്ങളിൽ നിന്നും അവർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം നെഗ്ലക്റ്റ്, റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഇൻ ഫിസിക്കൽ ആൻഡ് ഫിസിക്കലി ആയിട്ടുള്ള സെക്ഷൽ അബ്യൂസിൽ നിന്നെല്ലാം അവർ പ്രൊട്ടക്റ്റഡ് ആവണം. റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഡേഞ്ചറസ് ഡ്രഗ്സ്. ഇനി അതുപോലെ റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ, സോ അവർക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്, ഫ്രീഡം ഓഫ് അസോസിയേഷൻ ഉണ്ട്. സോ അവർക്ക് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളതുണ്ട്. ഇതെല്ലാം ഉണ്ടല്ലേ. പക്ഷേ ഒരു അഡൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർക്കില്ലാത്ത എന്തായിരിക്കും? സോ റൈറ്റ് ടു വോട്ട്, സോ അതൊരിക്കലും കുട്ടികൾക്ക് കിട്ടുന്ന ഒരു അവകാശമല്ല അല്ലേ. സോ അതൊന്നും കിട്ടത്തില്ല അവർക്ക്. റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എനി ഡെസിഷൻ മേക്കിംഗ് ദാറ്റ് ഇൻവോൾവ്സ് ഹിം ഓർ ഹെർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. സോ റൈറ്റ് ടു ഡെവലപ്മെൻറ്റ്, അതായത് എഡ്യൂക്കേഷൻ ചെയ്യാനുള്ള അവകാശം, പഠിക്കാനുള്ളതുണ്ട്, റിലാക്സ് ചെയ്യുക, കളിക്കുക. റൈറ്റ് ടു ഓൾ ഫോംസ് ഓഫ് ഡെവലപ്മെൻറ്റ്, മെൻ്റൽ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും എല്ലാ ഡെവലപ്മെൻറ്റിനുമുള്ള അവകാശം അവർക്കുണ്ട്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ലെജിസ്ലേഷൻ ഗ്യാരണ്ടീസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ആണ്. സോ ആർട്ടിക്കിൾ 21A നമ്മൾ പറഞ്ഞു, റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എലമെൻ്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ 6 to 14 years. അത് ആർട്ടിക്കിൾ 21A വരുന്നതാണ്. ഇനി ആർട്ടിക്കിൾ 24 നമുക്കറിയാം, ചൈൽഡ് ലേബർ, റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം എനി ഹസാർഡസ് എംപ്ലോയ്മെൻറ്റ് ടിൽ ദ ഏജ് ഓഫ് 14 years. പിന്നെ അടുത്ത ആർട്ടിക്കിൾ 39E, റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ബീങ് അബ്യൂസ്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ബൈ എക്കണോമിക് നെസസിറ്റി ടു എൻ്റർ ഓക്കുപ്പേഷൻ അൺസ്യൂട്ടഡ് ടു ദ ഏജ് ഓർ സ്ട്രെങ്ത്. സോ അബ്യൂസിൽ നിന്ന് അവർ ഫോഴ്സ്ഫുള്ളി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവർക്ക് സ്യൂട്ട് ആവാത്ത, അല്ലെങ്കിൽ അവരുടെ ഏജ് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്തിന് സ്യൂട്ട് ആവാത്ത ഒക്കുപ്പേഷൻസിലോട്ട് അവർ പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39E എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ടു ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years. ഇനി ഏർലി ചൈൽഡ്ഹുഡ്, 6 വയസ്സിന് മുമ്പുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് കെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. ഇനി ബിസൈഡ് ചിൽഡ്രൻ ഓൾസോ ഹാവ് റൈറ്റ്സ് ആസ് ഈക്വൽ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ജസ്റ്റ് ആസ് എനി അതർ അഡൾട്ട് മെയിൽ ഓർ ഫീമെയിൽ. സോ അഡൾട്ട് പോലെ അവർക്ക് കിട്ടേണ്ട റൈറ്റ്സുകളാണ് പറയുന്നത്. റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 പറയുന്നതാണ്. റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, സോ അത് ആർട്ടിക്കിൾ 15 റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി ആൻഡ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ, സോ അത് പേഴ്സണൽ ലിബർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തത് ആർട്ടിക്കിൾ 21 ആണ്. 21A അല്ല, 21A എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ്. ഇനി റൈറ്റ് ടു ബീയിങ് പ്രൊട്ടക്റ്റഡ് ഫ്രം ബീയിങ് ട്രാഫിക്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ഇൻ ടു ബോണ്ടഡ് ലേബർ. സോ ബോണ്ടഡ് ലേബറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 23 ആണ്. സോ ഓർത്ത് വെച്ചിരിക്കുക. ചൈൽഡ് ലേബർ ആർട്ടിക്കിൾ 24 ആണ്. അല്ലെങ്കിൽ പിന്നെ ബോണ്ടഡ് ലേബർ, അതുപോലെ ട്രാഫിക്ക് അതുപോലെ സെക്ഷൽ അസോൾട്ട്, സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ചൈൽഡ് ലേബർ 24 ആണ്. ഇനി റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ദെയർ ഇൻട്രസ്റ്റ്, സോ മൈനോറിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആർട്ടിക്കിൾ 29. ഇനി റൈറ്റ് ഓഫ് വീക്കർ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. സോ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, വീക്കർ സെക്ഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 46. ഇനി റൈറ്റ് ടു ന്യൂട്രീഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ഇംപ്രൂവ്ഡ് പബ്ലിക് ഹെൽത്ത്, ന്യൂട്രീഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസും സ്കീംസും ആണ് പറയുന്നത്. ഇതിൻ്റെ എല്ലാ ഇയേഴ്സും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ്, അതായത് 1975 ICDS. സോ നമ്മൾ ഈ പഠിക്കുന്ന എക്സാം, സോ ICDSൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് പിന്നെ
പിന്നീട് നമുക്ക് കാണാം. പിന്നെ അതുപോലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സ്ട്രീറ്റ് ചിൽഡ്രൻ, തെരുവിലുള്ള കുട്ടികൾക്കായിട്ടുള്ള പ്രോഗ്രാമാണ് 1993. പിന്നെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. സോ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ടോപ്പിക്കിൽ ആ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളും സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് 1995. പിന്നെ അതുപോലെ മിഡ് ഡേ മീൽ സ്കീം 1995, സർവശിക്ഷ അഭിയാൻ 2001, ദ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ 2005, ക്രീഷേ സ്കീംസ് ഫോർ ചിൽഡ്രൻ ഓഫ് വർക്കിംഗ് മദർ 2006. സോ ഇനി നമുക്ക് ചൈൽഡ് അബ്യൂസ് എന്താണെന്ന് നോക്കാം. ചൈൽഡ് അബ്യൂസ് ഈസ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ വയലൻസ് ഡയറക്റ്റഡ് അറ്റ് എ ചൈൽഡ്. ഇറ്റ് ഈസ് എനി ഫോം ഓഫ് മാൽ ട്രീറ്റ്മെൻറ്റ് ബൈ ആൻ അഡൾട്ട് വിച്ച് ഈസ് വയലൻറ്റ് ഓർ ത്രെട്ടനിങ് ഫോർ ദ ചൈൽഡ്. ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി കുട്ടികളെ ഉപദ്രവിക്കുന്നത് മാത്രമല്ല അതിന് ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത് എന്ത് തരത്തിൽ ഏത് രീതിയിൽ നമ്മൾ കുട്ടികളെ മോശമായ രീതിയിൽ ട്രീറ്റ് ചെയ്താലും, ഒരു അഡൾട്ട് ഒരു കുട്ടിയെ മോശമായി ഏത് രീതിയിൽ പെരുമാറുകയോ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുകയോ അവരോട് അക്രമം കാണിക്കുക, ഇതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? ചൈൽഡ് അബ്യൂസ് എന്ന് പറയാം. ഇനി ചൈൽഡ് അബ്യൂസിൻ്റെ ടൈപ്സ് നോക്കാം. ഫിസിക്കൽ അബ്യൂസ്, ഫാമിലി മെമ്പേഴ്സ്, കോർപ്പറൽ പണിഷ്മെൻറ്റ് എക്സെട്ര. സോ ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയുന്നത് കുട്ടിയെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുക, അത് കൂടുതൽ ആരായിരിക്കും? ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ കോർപ്പറൽ പണിഷ്മെൻറ്റ് സ്കൂളുകളിൽ നിന്നോ. സോ ഇപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ നിയമങ്ങളുണ്ടല്ലേ, കുട്ടികളെയൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. സോ അങ്ങനെയുള്ള ഫിസിക്കലി അവരെ അടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തുകൂടാ. സെക്ഷൽ അബ്യൂസ് ഉണ്ട്, സെക്ഷൽ കോണ്ടാക്റ്റിന് ഫോഴ്സ് ചെയ്യുക, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ അതാണ് സെക്ഷൽ അബ്യൂസ്. സോഷ്യൽ അബ്യൂസ് ഉണ്ട്, ഔട്ട്കാസ്റ്റ്, ക്ലാസ് സിസ്റ്റം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഡിപ്രീവൽ ഓഫ് റൈറ്റ്സ്. കുട്ടികൾക്ക് ക്ലാസ് സിസ്റ്റംസ് ഓരോന്നും, നിങ്ങൾ ഈ ജാതിയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, അതുപോലെ ജെൻഡറിൽ ആൺകുട്ടി ഇങ്ങനെയാണ്, പെൺകുട്ടി ഇങ്ങനെയാണ്, സോ ഇങ്ങനെയൊക്കെ പറയുക. അതുപോലെ അവരുടെ റൈറ്റ്സിനെ ഡിപ്രീവ് ചെയ്യുക, അവരുടെ റൈറ്റ് തടയുക. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ എന്നാണ് സോഷ്യൽ അബ്യൂസ് എന്ന് പറയുന്നത്. ഇനി ഇമോഷണൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് റിജക്ഷൻ ബൈ പാരൻസ് ബിക്കോസ് ബോയ് ഓർ ഗേൾ. സോ ഇമോഷണൽ അബ്യൂസ് വരുന്നത് ഇപ്പോൾ പാരൻസ് ആൺകുട്ടികൾക്ക് കുറച്ച് കെയർ കൊടുക്കും, പെൺകുട്ടികളെ ഇല്ലാതെ കാണിക്കും. ചിലയിടത്ത് പെൺകുട്ടികൾക്ക് കൂടുതൽ കെയർ ആൺകുട്ടികൾക്ക് കൊടുക്കും. സോ ഇതൊക്കെ എന്താണ്? ഒരു ഇമോഷണൽ അബ്യൂസാണ്. അതുപോലെ വെർബൽ അബ്യൂസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബൈ വേർഡ്സ് ആണ്, വോക്കൽ ടോൺസ് ആൻഡ് അക്കമ്പനിങ് ബോഡി ലാംഗ്വേജ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. സോ വേർഡ്സിലൂടെ അല്ലെങ്കിൽ സംസാരത്തിലൂടെ നമ്മൾ വെർബലി അവരെ അബ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ലാംഗ്വേജ് കാണിച്ച് അവരെ അബ്യൂസ് ചെയ്യുന്ന രീതി. അതുപോലെ സ്പിരിച്വൽ അബ്യൂസ്, ഫോഴ്സിബിൾ കൺവേർഷൻ ഓഫ് ചിൽഡ്രൻ, കാസ്റ്റ് സിസ്റ്റം. ഫോഴ്സ്ഫുള്ളി അവരെ നമ്മൾ വേറൊരു കാസ്റ്റിലോട്ട് അവരെ കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നു, ഏതെങ്കിലും ഒരു കാസ്റ്റ് സിസ്റ്റത്തിലോട്ട് അവരെ കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നു. അതുപോലെ നെഗ്ലക്റ്റ് ചെയ്യുക. ഇറ്റ് ഈസ് എ ഫെയിലിയർ ടു പ്രൊവൈഡ് ഫോർ ദ ചൈൽഡ് ബേസിക് നീഡ്സ്. ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കും. ഇതെല്ലാം ചൈൽഡ് അബ്യൂസിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ഇത് എങ്ങനെ നിർത്താം? ഈ ചൈൽഡ് അബ്യൂസ് എങ്ങനെയാണെന്ന് നമുക്ക് പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കാം. അതുപോലെ NGOസുമായിട്ട്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനുമായിട്ട് നെറ്റ്വർക്ക് ചെയ്ത് അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ അതുപോലെ റിപ്പോർട്ട് ടു പോലീസ് ആവശ്യമാണ്. നമ്മളിപ്പോൾ പുറമേ നിന്നൊരു കുട്ടിയെ അബ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടാൽ നമുക്ക് ആവശ്യമാണെങ്കിൽ അത് പോലീസിനോട് റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ അവയർനെസ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇൻഫ്ലുവൻസ് ദ ഗവൺമെൻറ് ടു പാസ് ദ പോളിസീസ് ടു ഹെൽപ്പ് ദ ചിൽഡ്രൻ. ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പോളിസി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സഹായിക്കാം. എഡ്യൂക്കേറ്റ് അവർ ചിൽഡ്രൻ അബൌട്ട് സെക്സ് ആൻഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ. അവരെക്കുറിച്ച് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള അറിവ് അവർക്ക് കൊടുക്കുക. ഇനി ഡിസ്കഷൻ ആൻഡ് എൻകറേജ് ദ പാരൻറ്റ് ടു ഡു വാട്ട് ഈസ് റൈറ്റ്. അതുപോലെ കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുക, എന്താണ് ശരിയായ കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ പാരൻസ് കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യാവൂ. സെൻസിറ്റൈസ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് അക്വൈൻറ്റൻസ്, ടോക്ക് ആൻഡ് ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് അതർ പാരൻസ്. സോ ഫ്രണ്ട്സും ഫാമിലി അല്ലെങ്കിൽ കൂടെ ഉള്ളവർ തമ്മിൽ സംസാരിച്ച് അവരുടെ എക്സ്പീരിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ഇനി അടുത്ത കുറച്ച് ചൈൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്റ്റുകളാണ് പറയുന്നത്. ചൈൽഡ് മാരേജ് റീസ്ട്രെയിൻറ്റ് ആക്റ്റ് ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള 1929. സോ ഈ ഒരു ആക്റ്റിന് മറ്റൊരു പേരുണ്ട്, ശാരദ ആക്ട് എന്നാണെന്ന് അറിയുന്നത്. സോ അത് 1929 വന്നു. അമെൻമെൻറ്റ് ചെയ്തത് 1979 അമെൻമെൻറ്റ് ചെയ്തു. ഇതെന്ന് പറയുന്നത് 21 താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ മെയിൽ ചൈൽഡും 80 താഴെയുള്ള ഫീമെയിൽ ചൈൽഡിനെ മാരേജ് ചെയ്യാൻ പാടില്ല. സോ അതാണ് ചൈൽഡ് മാരേജ് റീസ്ട്രെയിൻറ്റ് ആക്ട്. ഇനി ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് 1986 ആണ്. കുട്ടികളെ ജോലിക്ക് എടുക്കാൻ പാടില്ല. ഇനി അതുപോലെ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2000, അതായത് ജുവനൈൽ ജസ്റ്റിസ്, കുട്ടികളുടെ പ്രൊട്ടക്ഷനും കെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, അത് 2009 ആണ്. പിന്നെ അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്, പോക്സോ ആക്ട് 2012 ആണ്.
ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs നോക്കാം. ഡാഷ് ഡീൽസ് വിത്ത് ദ റൈറ്റ് ന്യൂട്രീഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ഇംപ്രൂവ് ദ പബ്ലിക് ഹെൽത്ത്. സോ ന്യൂട്രീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് ആർട്ടിക്കിൾ 47 ആണ്. സോ ഓപ്ഷൻ എ. സെക്കൻഡ്, ഡാഷ് ഡീൽസ് വിത്ത് റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഇൻ 6 to 14. സോ അത് ആർട്ടിക്കിൾ 21A ആണ്. ഓപ്ഷൻ ബി. മിഡ് ഡേ മീൽ സ്കീം റീനെയിംഡ് ആസ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അല്ല, പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണാണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഫോർത്ത് വൺ, മുഖ്യമന്ത്രി കന്യാ സുരക്ഷാ യോജന ലോഞ്ച്ഡ് ഇൻ. കന്യാ സുരക്ഷാ യോജന ലോഞ്ച് ചെയ്തത് 2007 ഡാഷ് എ സ്മോൾ സേവിംഗ് സ്കീം ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് പാർട്ട് ഓഫ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ. സോ അത് സുകന്യ സമൃദ്ധി യോജനയാണ്. ഓപ്ഷൻ എ. സിക്സ്ത് വൺ, ബാലിക സമൃദ്ധി യോജന ലോഞ്ച്ഡ് ഇൻ. ഓപ്ഷൻ സി 1997 ആണ്. സെവൻത്ത് വൺ, ഡാഷ് എ സ്കീം ഡീൽ വിത്ത് പ്രോബ്ലം ഓഫ് വിമൺ എംപവർമെൻറ്റ്. വിമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ഗേൾ ചൈൽഡിൻ്റെ എംപവർമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആണ്. MGNREGA NDPS ആക്റ്റുമല്ല. എയ്ത്ത് വൺ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ലോഞ്ച്ഡ് ഇൻ 2017. ഓപ്ഷൻ സി ആണ്. നയൻത്ത് വൺ, ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1098 ആണ്. ഓപ്ഷൻ എ. പോക്സോ ആക്ട് ഇനാക്റ്റഡ് ഇൻ 2012 ആണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു അതും. 11th വൺ, ഡാഷ് ഡീൽസ് വിത്ത് റൈറ്റ് ടു ബീങ് പ്രൊട്ടക്റ്റഡ് ഫ്രം ബീങ് ട്രാഫിക്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ഇൻ ദ ബോണ്ടഡ് ലേബർ. ബോണ്ടഡ് ലേബറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 23 ആണ്. സോ ചൈൽഡ് ലേബർ 24 ആണ്. സോ അതാരും മറക്കത്തില്ല അല്ലേ. അപ്പോൾ 23 എന്ന് പറയുന്നത് ബോണ്ടഡ് ലേബർ ആണ്. 12th വൺ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഇസ് നോട്ട് എ റൈറ്റ് ഓഫ് ചിൽഡ്രൻ. ചിൽഡ്രൻ്റെ റൈറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ടു സർവൈവൽ ആണ്, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. സോ റൈറ്റ് ടു വോട്ടവകാശം ഇല്ലല്ലേ കുട്ടികൾക്ക്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ മിഡ് ഡേ മീൽ പ്രോഗ്രാം ഫോർ സ്കൂൾ ചിൽഡ്രൻ, അതായത് അപ്പർ പ്രൈമറിയിലുള്ള കുട്ടികൾക്ക്. സോ അപ്പർ പ്രൈമറിയിലുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളത് 700 കാലറിയും 20 ഗ്രാം പ്രോട്ടീനും. സോ ഓപ്ഷൻ എ ആണ്. 14, മിഡ് ഡേ മീൽ സ്കീം സ്റ്റാർട്ടഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്. സോ തമിഴ്നാടാണ് ആൻസർ. 15, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് ശാരദ ആക്ട്. ശാരദ ആക്ട് 1929 എന്നറിയപ്പെടുന്നത് ചൈൽഡ് മാരേജ് റീസ്ട്രെയിൻഡ് ആക്ട് ആണ്. സോ ഓപ്ഷൻ എ. 16, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പാസ്ഡ് ഇൻ 1986. ഓപ്ഷൻ എ ആണ്. 17, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ ഇസ് ഡീൽഡ് ബൈ ദ ആർട്ടിക്കിൾ. ചൈൽഡ് ലേബർ പ്രൊഹിബിഷനായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ 24 ആണ്. സോ ഓപ്ഷൻ എ. 18, ദ ടേം ചൈൽഡ് ലേബർ ഇസ് കൺസിഡേർഡ് ആസ് എ ചൈൽഡ് വർക്കിംഗ് ബിലോ ഡാഷ് ഇയർ ഓഫ് ഏജ്. സോ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ 14 ആണ്. 17ഉം 18ഉം പ്രീവിയസ് ഇയർ ഈ 4ഉം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബിലോ 14 years ആണ്. ഇൻ വിച്ച് വൺ ഓഫ് ദ പ്രോഗ്രാം ഇസ് ഡിസൈൻ ടു പ്രൊമോട്ട് സർവൈവൽ ആൻഡ് കെയർ ഓഫ് ഗേൾ ചിൽഡ്രനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കീം. ഇതിൽ BSY ആണ്, ബാലിക സമൃദ്ധി യോജന. 19. 20, മിഡ് ഡേ മീൽ സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ 1995 ആണ്. 20 പ്രീവിയസ് ഇയർ അല്ല. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.